1 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയവൻ എന്തു ചെയ്യണം? മൃഗമെന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഇത്തരം ക്രൂരന്മാർ ആവർത്തിക്കപ്പെടുകയാണ്. സമാനമായ സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ക്രൂരതയുടെ പുതിയ വാർത്ത ത്രിപുരയിൽ നിന്നാണ്. ത്രിപുരയിലെ പാനിസാഗറിലാണ് ഹൃദയഭേദകമായ സംഭവം. പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ചും പ്രലോഭിപ്പിച്ചും അമ്മ ലാളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയത് അയൽവാസിയാണ്. അസമിലെ സിൽച്ചാറിൽ നിന്ന് കുട്ടി അമ്മയോടൊപ്പം അമ്മയുടെ ത്രിപുരയിലെ അമ്മാവന്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു. വിനോദയാത്രയ്ക്കെന്നും ഭക്ഷണം നൽകാമെന്നുമൊക്കെ പറഞ്ഞായിരുന്നു പ്രലോഭനം. പലതും പറഞ്ഞ് പ്രതി കുഞ്ഞിനെ ഒപ്പം കൊണ്ടുപോയി. 3 മണിക്കൂർ കഴിഞ്ഞും കുഞ്ഞിനെയും അയൽവാസിയെയും കാണാതായതോടെ കുടുംബാംഗങ്ങൾ അന്വേഷിച്ചിറങ്ങി. നേരം വീണ്ടും വൈകിയതോടെ നെഞ്ചെടുപ്പും ആശങ്കയും കൂടി. കുഞ്ഞിനെ കാണാനില്ലെന്ന വിവരം നാടാകെ പ്രചരിച്ചു. ഒടുവിൽ പ്രതിയെ പിടികൂടി. പ്രതിയോട് കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മറുപടി ലഭിച്ചില്ല. ഇതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആശങ്കയിൽ തീ തിന്ന മണിക്കൂറുകൾക്കൊടുവിൽ കുഞ്ഞിനെ കണ്ടെത്തി. വിറയാർന്ന കൈകളോടെ അവർ ആ കുഞ്ഞിനെ എടുത്തു. പോലീസ് സംഘം നടത്തിയ തിരച്ചിലിലാണ് നെൽവയലിൽ കുഴിച്ചിട്ട നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മരണകാരണം കൃത്യമായി കണ്ടെത്തുന്നതിന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാനിസാഗർ സബ് ഡിവിഷണൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ അസമിലെ നിലം ബസാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊന്ന് മറവു ചെയ്യുകയായിരുന്നെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവും ഉൾപ്പെടെ 1-ലധികം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതിയെ തിങ്കളാഴ്ച പ്രാദേശിക കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പക്ഷെ അപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം, മറ്റൊരു കേസായി മാത്രം ഇത് അവസാനിക്കില്ലേ? പിഞ്ചു കുഞ്ഞിനെ പോലും പീഡിപ്പിക്കാൻ പോകുന്ന മാനസികാവസ്ഥയുള്ളവനെ വച്ചേക്കണം. ബലാത്സംഗത്തിന് അറബ് നാടുകളിൽ നൽകുന്ന ശിക്ഷ നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ട കാലം അതിക്രമിച്ചു.